വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ബോക്സിംഗ് മൂവിയാണ് ദാവീദ് എന്ന സിനിമ. ആൻഡ് ആ ഒരു ടെംപ്ലേറ്റിലാണെങ്കിലും ഓക്കെ, പക്ഷേ സിനിമയ്ക്ക് ഒരു പഞ്ചില്ല, ഒരു പടത്തിന് ഒരു ഗുമ്മില്ല. നമ്മളൊരു ബോക്സിംഗ് മൂവി കാണുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരിക്കലും ഈ സിനിമയിൽ എവിടെ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിലോ പാർ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ പെപ്പയുടെ മറ്റ് ആക്ഷൻ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അത്ര പോലും, പ്രത്യേകിച്ചൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊരു മൂവി എടുക്കുമ്പോൾ എവിടെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അതിൽ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നീഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മോട്ടിവേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യണ്ടേ. അങ്ങനത്തെ ഒരു ഫീലിംഗ് അവിടെ നമുക്ക് കിട്ടിയില്ല. നമുക്ക് മനസ്സിൽ രജിസ്റ്റർ ആവുന്ന പോലത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് കണ്ട് ശീലിച്ചിട്ടുള്ള മറ്റെല്ലാ ബോക്സിംഗ് മൂവീസിൻ്റെ ടെംപ്ലേറ്റ് ക്യാരക്ടേഴ്സും ടെംപ്ലേറ്റ് സ്റ്റോറി ലൈനും എടുത്ത് വെച്ച് ഒരു അണ്ടർ ഡോഗ് എങ്ങനെയായിരിക്കും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരാളെ ബീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അതിലേക്ക് എത്തിപ്പെടാൻ സിനിമ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ റൺ ടൈം ഇങ്ങനെ വലിഞ്ഞ് കിടക്കുകയാണ്. ഓരോരുത്തരും 8-10 പാട്ടുണ്ട് ഈ പടത്തിൽ. എന്തിനാണ് ഇത്രയും പാട്ടൊന്നും ഒരു കൊടുത്തില്ല. പാട്ടെന്ന് പറയുമ്പോൾ വെറുതെ കഥയായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് പോകുന്ന പരിപാടിയൊന്നുമല്ല. പക്ഷേ വളരെ ഷോർട്ട് ടൈമിൽ കാണിക്കേണ്ട കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടിയ പോലെ നമുക്ക് തോന്നില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ. എന്തിനാണ് ഇപ്പോൾ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോം ആവുന്നതോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന മോട്ടിവേഷനൊക്കെ നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഈ ഒരു ക്യാരക്ടർ എങ്ങനെയെങ്കിലും ഈ ചങ്ങായിനെ റിങ്ങിലെത്തിക്ക് അടിക്കണം, എങ്ങനെയെങ്കിലും അടിച്ച് തീർത്തിട്ട് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പല സമയത്ത് തോന്നി ഈ സിനിമ കണ്ടു. അപ്പോൾ എനിക്ക് പ്രശ്നം എന്ന് തോന്നിയത് ഇതാണ്, ഇതിൻ്റെ ആ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല. അതിന് എഴുതണമായിരുന്നു കുറച്ചും കൂടി ഡെപ്തായിട്ട്. നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പ്രേക്ഷകനും കിട്ടണം. എന്നാൽ മാത്രമാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു നീഡ് നമുക്കും കിട്ടുള്ളൂ. അടിക്കറാന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇത് എന്തോ നമ്മൾ അടിക്കാണ്ടിരിക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നി. ഇതിന് മുമ്പ് ഇപ്പോൾ മലയാളത്തിലും ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല സ്പോർട്സ് മൂവീസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ നോക്കി ഇതുപോലെ ആ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയി നിൽക്കുന്നത്. ഇപ്പോൾ ഗോതയടക്കം ഉണ്ട്. അതൊരു സ്പോർട്സ് കോമഡി എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു കോമഡി ട്രാക്ക് മാറ്റിയിട്ട് ആ ഒരു സ്പോർട്സ് മോഡിലേക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്യില്ല. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന അതിലെ ആ ഒരു ക്യാപ്റ്റനൊക്കെ കാണിക്കുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു എലിവേഷനും അത് അങ്ങനത്തെ ഒരു പഞ്ചില്ലാത്ത ഒരു ഗുമ്മില്ലാത്തൊരു പടം. അത് മാത്രമേ പ്രശ്നമുള്ളൂ. സോ ഇങ്ങനെ ചത്തോചന പോലെ ഇങ്ങനെ കണ്ടിരിക്കും ഒരു വികാരം ഇല്ലാതെ നിർവികാരമായി കണ്ടിരിക്കുന്ന ഒരു മൂവി. നമുക്ക് തമിഴിൽ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ നമ്മുടെ സാർപ്പട്ട പരമ്പരയൊക്കെ ഉണ്ട്. അതൊക്കെ പക്ക ബോക്സിംഗ് മൂവിയാണ്. സോ പറ്റാഴിക്കൊന്നുമല്ല, ഇതുപോലെ കിഡിലിനായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ദേ ഹാവ് മിസ്ഡ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. മറ്റേലൊക്കെ നമുക്ക് ഈ രംഗവാദി അല്ലെങ്കിൽ നമ്മുടെ വേമ്പുലി എന്നൊരു ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിൽ രജിസ്റ്റർ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ഒന്നുകൊണ്ടാണ്. അവർക്കായ ഒരുപോലെ യൂണിക്നെസ് കൊടുത്തിട്ടുണ്ടാവും. അതിന് ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു ഫ്ലോ ഉണ്ട്, ഒരു റോളർ കോസ്റ്റർ മോഡായിരിക്കും, ഒരു ഹൈ പോയിൻ്റ് ഉണ്ടാവും, ലോ പോയിൻ്റ് ഉണ്ടാവും. ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കടൽ തീരത്തെ ആ ചങ്ങായി നിന്നിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു നീയെ ഒളി പാട്ടൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കോരിത്തിരിച്ച് വരുന്ന പോലത്തെ ഒരു സീൻ പോലും ഈ പടത്തിൽ ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ തീരെ കാണാൻ പറ്റാത്തൊന്നുമല്ല. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലോട്ട് ബെറ്റർ എന്നാണ്, കുറേ നന്നാക്കായിരുന്നു. പക്ഷേ ദേ ഹാവ് വേസ്റ്റഡ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ മൊത്തത്തിൽ പറഞ്ഞാൽ വേണോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ സിനിമ കണ്ടിരുന്നത്. ഒരു 1.5 മണിക്കൂറിൽ തീർക്കേണ്ട സാധനത്തിന് 2.5 മണിക്കൂർ വലിച്ച പോലത്തെ ഒരു പടം. സോ ഒരു ബിലോ പാർ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.